നമ്മൾ ഈ മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ, അങ്ങനെ പഠിപ്പിക്കുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫ്രേസസ് ഇംഗ്ലീഷിൽ അതേപടി ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെതായ സ്വാഭാവികമായി ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടെംപ്ലേറ്റ്സ്, ഫ്രേസസ് ഉണ്ട്. അതൊക്കെ പഠിച്ചു വെച്ചാൽ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നേരത്തെ നമുക്കിങ്ങനെ ആലോചിച്ച് ടെൻസും വേർഡൊന്നും ആലോചിച്ചിങ്ങനെ ഇരിക്കണ്ട. അപ്പോൾ അങ്ങനത്തെ ടെംപ്ലേറ്റ്സ് പഠിപ്പിക്കുന്ന സീരീസാണ്. അതിലത്തെ 10th ലെസനാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എനിക്ക് വീട്ടിൽ നിൽക്കാനാണ് കൂടുതൽ താല്പര്യം. എങ്ങനെ പറയാ? ഏത് ഫ്രേസാണ്? ഐഡ് റാദർ അല്ലേ? ഐഡ് റാദർ സ്റ്റേ ഹോം ടുഡേ. ഇന്ന് എനിക്ക് വീട്ടിൽ നിൽക്കാനാണ് താല്പര്യം. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ശീലമായി. ഐ എം യൂസ് ടു സ്റ്റേയിങ് ഹോം ഇൻ ദ ഈവനിങ്. വീട്ടിൽ നിൽക്കുന്നത് ഒരു കാര്യമില്ല. ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് ഹോം. ടയേർഡായിരിക്കുമ്പോൾ വീട്ടിൽ നിൽക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് സ്റ്റേയിങ് ഹോം വെൻ ഐ എം ടയേർഡ്. ഇവിടെ അറ്റ് ഹോം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അവസാനം അവൻ വീട്ടിൽ നിന്നു. ഇറ്റ് ടേൺസ് ഔട്ട് ഹീ സ്റ്റേഡ് ഹോം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കുറച്ച് ഫ്രേസസ് പഠിക്കാൻ പോവാ. നമ്മൾ എന്തെങ്കിലും കുറേ ഇങ്ങനെ ചെയ്യുന്തോറും വേറൊരു കാര്യം ഒന്നില്ലെങ്കിൽ നന്നാവും അല്ലെങ്കിൽ മോശമാവും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ദ മോർ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്ത് നമുക്ക് പറയാം. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്നിൻ്റെ ചേഞ്ച് മറ്റേതിനെയും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അതിങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എക്സാമ്പിൾസ് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്തോറും കൂടുതൽ ടയേർഡാവും. അപ്പോൾ വർക്ക് കൂടുതൽ ചെയ്യുന്നു, അപ്പോൾ ടയേർഡ്നെസ്സും കൂടുന്നു. എങ്ങനെ പറയും? ദ മോർ ഐ വർക്ക് ദ മോർ ടയേർഡ് ഐ ഗെറ്റ്. അപ്പോൾ ദ മോർ ടയേർഡ് ഐ ഗെറ്റ്, അതാണെന്ന് പഠിച്ചേക്കേണ്ടത്. ദ മോർ ഐ വർക്ക്, കുറേ ഞാൻ വർക്ക് ചെയ്യുന്തോറും ദ മോർ ടയേർഡ് ഐ ഗെറ്റ്, ഞാൻ കൂടുതൽ ടയേർഡാവുന്നു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് നന്നാവാൻ, മെച്ചപ്പെടാൻ പറ്റും. അങ്ങനെ പറയും. മെച്ചപ്പെടുക അങ്ങനെ പറയാം? ടു ബിക്കം ബെറ്റർ അല്ലേ? അപ്പോൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്തോറും ദ മോർ യു പ്രാക്ടീസ് ദ ബെറ്റർ യു ബിക്കം. ദ മോർ യു പ്രാക്ടീസ് ദ ബെറ്റർ യു ബിക്കം. സോ കീപ് പ്രാക്ടീസിങ്. നമ്മൾ കുറേ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോറും ചിലപ്പം നമുക്കത് അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകും അല്ലേ? അതെങ്ങനെ പറയും? ദ മോർ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ദ ലെസ് ഐ ലൈക്ക് ഇറ്റ്. ആദ്യമൊക്കെ നല്ലതെന്ന് തോന്നി, പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് കൊള്ളില്ലല്ലോ, അത്ര വലിയ ഇങ്ങനെയൊന്നുമല്ല. പിന്നെ ചിന്തിക്കുന്നതോറും അതിൻ്റെ മേന്മ കുറഞ്ഞു വന്നു അല്ലേ? എങ്ങനെ വരും? ദ മോർ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ദ ലെസ് ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയനൊക്കെ കൊടുക്കാൻ സ്വാഭാവിക കോൺവെർസേഷനിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത്, എന്തെങ്കിലും ഒരു അൺറിയൽ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുക. ഐ വിഷ് ഐ ഹാഡ്, അല്ലെങ്കിൽ ഐ വിഷ് ഐ കുഡ്. എന്തെങ്കിലുമൊക്കെ പശ്ചാത്താപം. ഒരിക്കലും ഇനി അത് നടക്കില്ല കേട്ടോ, പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷെ ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, ഡിസയർ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റബോധം, റിഗ്രറ്റ് ഒക്കെ ഉള്ളപ്പോഴാണ് ഇത് വരിക. എന്നുവെച്ചാൽ പശ്ചാത്താപം കേട്ടോ. അതങ്ങനെ അല്ലല്ലോ, പക്ഷെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കില്ലേ? ഐ വിഷ് ഐ ഹാഡ് അല്ലെങ്കിൽ ഐ വിഷ് ഐ കുഡ്. പഠിച്ചു വയ്ക്കോ? ഓക്കെ. അപ്പം നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ജോലിയാണ് നിങ്ങൾക്ക്. രാവിലെ എണീറ്റ് പിള്ളേരുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിൽ വിട്ട് ജോലിക്ക് ഓടി, അവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ തീർത്ത് ബസ് പിടിച്ച് വീട്ടിൽ ബസ് ഇപ്പോൾ ഫ്രീ ആണല്ലോ, ടിക്കറ്റ് അതൊരു സമാധാനം. എന്നാലും വീട്ടിലെത്തി അടുത്ത പണി അങ്ങനെയൊക്കെ ആണെങ്കിൽ, പണ്ടത്തെയൊക്കെ അമ്മമാർക്ക് അങ്ങനെയായിരുന്നു, ഇപ്പം എനിക്ക് അറിയില്ല. കുറച്ചൊക്കെ കാലം മാറുന്തോറും ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? പക്ഷേ അങ്ങനെയാണെങ്കിൽ, വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോവാണ്. എങ്ങനെ പറയും? ഐ വിഷ് ഐ ഹാഡ് മോർ ഫ്രീ ടൈം. ഡിസയറാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഐ വിഷ് ഐ ഹാഡ് മോർ ഫ്രീ ടൈം. ഞാൻ നിങ്ങളുടെ ഒരു ഡിസയർ പറയട്ടെ. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻ്റായി സംസാരിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമല്ല, സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം തന്നെ നമ്മുടെ ഹോംവർക്ക് ആ സെക്ഷൻ നോക്കിയാൽ മതി. കഴിഞ്ഞ വീഡിയോസിനൊക്കെ മണിയായിട്ട് ഉത്തരങ്ങൾ എഴുതുന്ന മിക്കവാറും വീട്ടമ്മമാരാണെന്ന് തോന്നുന്നു. ഇമെയിൽ ആ ID കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഫോട്ടോ കാണുമ്പോൾ ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം പുരുഷന്മാരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കൂടുതൽ സ്ത്രീകളാണ്. നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ. കീപ് ഗോയിങ്. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ആഗ്രഹങ്ങളാണ് പറഞ്ഞത്, ഡിസയേഴ്സ് ആണ് പറഞ്ഞത് അല്ലേ? ഇനി എന്തെങ്കിലും ഒരു പശ്ചാത്തലം വെച്ചു, അത് പറയേണ്ടിയിരുന്നില്ല, അത് പറയാതിരുന്നിരുന്നെങ്കിൽ അങ്ങനെ പറയാം. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. പക്ഷെ അവളുടെ മുഖത്തൊക്കെ ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞു പോയി, ഞാൻ ഒന്നും ആലോചിച്ചില്ല, അങ്ങനെ പറഞ്ഞതാ. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. പശ്ചാത്താപമാണേ. ഞാനത്
പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. അടിപൊളിയല്ലേ? ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, അത് ആഗ്രഹം. ഐ വിഷ് ഐ ഹാഡ് മോർ ഫ്രീ ടൈം, ആഗ്രഹം. പശ്ചാത്തലം ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. ഐ വിഷ് ഐ ഹാഡിൻ ഡൺ ദാറ്റ്. V3 ഫോമാണ്. ഡൺ, സെഡ്, V3 വേണം കേട്ടോ. അപ്പം നമ്മൾ പൊതുവേ നമ്മൾ ഇമോഷണലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ വരിക അല്ലേ. ഇനി നമ്മൾ ആർക്കെങ്കിലും ഉപദേശം കൊടുക്കുമ്പോൾ, ഉപദേശം നമുക്ക് പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടതാണല്ലോ, അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇംഗ്ലീഷിൽ ഉപദേശം കൊടുക്കാം. ഞാൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക അല്ലേ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞോളൂ പറയില്ലേ, അങ്ങനെ പറയാം. ഉറപ്പിച്ച് പഠിച്ചോളൂ. ഇഫ് ഐ വർ യു, വേറോ വാസ് അല്ലേ, ഐ വാസ് അല്ലേ വരിക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നുവെച്ചാൽ എനിക്ക് നീയാവാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാധിക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയണം. ഇഫ് ഐ വർ യു, ഇഫ് ഐ വർ യു ഐ വുഡ് എന്ന് പറഞ്ഞിട്ട് ബേസ് ഫോമിലെ വേർബാണ് വേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനായിരുന്നെങ്കിൽ ആ ജോലി ഞാൻ എടുത്തേനെ. ഇഫ് ഐ വർ യു ഐ വുഡ് ടേക്ക് ദ ജോബ്. ടേക്ക് ബേസ് ഫോം മതി. ഇഫ് ഐ വർ യു ഐ വുഡ് ഡു ദിസ്, ഐ വുഡ് ടേക്ക് ദ ജോബ്. നല്ലൊരു ജോലി ഞാനായിരുന്നെങ്കിൽ എടുത്തേനെ. ഇഫ് ഐ വർ യു ഐ വുഡ് ടേക്ക് ദ ജോബ്. ഞാനായിരുന്നെങ്കിൽ ഞാൻ കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്തേനെ. ഇതിപ്പോൾ പടയെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചാടിക്കയറി ചെയ്യേണ്ട കാര്യം എന്താ? ഞാനായിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്തേനെ. ഇഫ് ഐ വർ യു ഐ വുഡ് വെയിറ്റ് എ ബിറ്റ്. അപ്പം നീ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയണത്. യു ഷുഡ് വെയിറ്റ് എ ബിറ്റ് എന്ന് പറയണം. പക്ഷെ അത് പറയരുത്. നീ എന്താ ചെയ്യണത് ഞാൻ പറയില്ല. നീ ആയിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നീ ഇങ്ങനെ ചെയ്യണം ഞാൻ ഡയറക്റ്റായിട്ട് പറയില്ല. അതാണ് നമ്മൾ ഇംഗ്ലീഷുകാർ അങ്ങനെയാണ്. നമ്മളൊന്നും ഡയറക്റ്റായിട്ട് പറയില്ല. കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇങ്ങനെ സട്ടിലായിട്ടേ പറയുള്ളൂ. ഞാൻ നീ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടേ പറയുള്ളൂ. ഇഫ് ഐ വർ യു, നീ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അതായത് നീ ഞാനായിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വർ യു ഐ വുഡ് വെയിറ്റ് എ ബിറ്റ്. അപ്പം നീ വെയിറ്റ് ചെയ്യൂ. നീ ഇത് ചെയ്യണ്ട. ഇപ്പം നീ വെയിറ്റ് ചെയ്യും. അവനെന്താ പറയാൻ നോക്കാലോ. ലെറ്റർ തന്നിട്ടുണ്ടല്ലേ, ലവ് ലെറ്റർ. പണ്ടത്തെ കാര്യമാണ്. ഇപ്പം ആരും ലവ് ലെറ്റർ കൊടുക്കണം. ലവ് ഇമെയിൽസ് പോലും ഉണ്ടാവില്ല. ലവ് എന്ന് കൊടുക്കുക, ലവ് വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് ചെയ്യണോ അവനെ. ഞാനായിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്തേനെ. ഇഫ് ഐ വർ യു ഐ വുഡ് വെയിറ്റ് എ ബിറ്റ്. ഞാനാണ് നിന്റെ സ്ഥാനത്ത്, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കില്ല. പിന്നെ ഇതിനൊക്കെ വിഷമിക്കുകയാണ്. ഇഫ് ഐ വർ യു ഐ വുഡിൻ വറി. 100,000 വേറെ കാര്യങ്ങളുണ്ട് വിഷമിക്കാൻ. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് വിഷമിക്കുക. ഞാനായിരുന്നെങ്കിൽ ഞാൻ വിഷമിക്കൊന്നുമില്ല. നീയും വിഷമിക്കേണ്ട എന്നാണ് പറയണേ. ഇഫ് ഐ വർ യു ഐ വുഡിൻ വറി. സൂപ്പർ അല്ലേ? പഠിച്ചോട്ടോ. ഉപദേശം നൽകാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. അപ്പം പറയണം ഇഫ് ഐ വർ യു ഐ വുഡ് ഡു ദിസ്. അങ്ങനെ. ഇനി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അപ്പോൾ അത് അങ്ങനെയല്ല കേട്ടോ സംഭവിച്ചത്, ശരിക്കും ഇങ്ങനെയാട്ടോ സംഭവിച്ചതെന്ന് വളരെ ജെൻറ്റിലായിട്ട് പറയണം. അപ്പം എങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് ദാറ്റ് എന്നിട്ടൊരു കാര്യം പറയാം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് കാര്യം പറയാം. എങ്ങനെ പറയാം? ഒരു കാരണമുണ്ട്, എ എന്ന് പറഞ്ഞ കാരണം. ശരിക്കും അതല്ല കാരണം. അപ്പം അതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതല്ല എന്ന് പറയാൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ആ റീസൺ പറയാം. പിന്നെ ശരിക്കുള്ള റീസൺ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ റീസൺ പറയാം. എനിക്ക് ആ ഐഡിയ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഞാനിപ്പോൾ ഭയങ്കര തിരക്കില്ല, അതാ കാര്യം. അപ്പോൾ 2 കാരണങ്ങളാണ്. നീ വിചാരിച്ചത് എനിക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടില്ല എന്ന്, അതല്ല. അപ്പം ഇങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ദി ഐഡിയ. അങ്ങനെ പറയാം കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഐഡിയ എന്ന് പറയാം. നമുക്ക് എപ്പോഴും അങ്ങനെ കൈയൊക്കെ വേർത്ത് ഭയങ്കരമായിട്ട്. ചൂടാണ് ഇവിടെ, 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം വിനീത പപ്പടം എന്ന് പറഞ്ഞിട്ട് ഇറക്കാം. വിനീസ് പപ്പടം ഇവിടെ തന്നെ ഞാൻ മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾ എന്നേൽ പൊരിച്ച് കഴിച്ചോളൂ തന്നെ. അപ്പം എന്താ പറഞ്ഞത്? ഐഡിയ എന്നല്ല, ഐഡിയ. ഇംഗ്ലീഷ് പറയുമ്പോൾ ഐഡിയ, മലയാളത്തിൽ ഐഡിയ എന്ന് തന്നെ പറഞ്ഞത് കേട്ടോ. അവിടെ എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട് എന്നൊന്നും പറയരുത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെൻറ്റ് പോലെ ആയി പോകും. ഇംഗ്ലീഷ് പറയുമ്പോൾ ഐഡിയ. അതുപോലെ പണ്ട് ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ചത്, നമ്മൾ മലയാളികൾ ഇൻ്റർവ്യൂ എന്ന് പറയാം, ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ അല്ല, ഇൻ്റർവ്യൂ. അതൊരു അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയാം. ടി അവർ സൈലൻ്റ് ആക്കും. അപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യത്തിന് അയാളടുത്ത് മലയാളത്തിൽ പിന്നെയും സംസാരിച്ചപ്പോൾ അയാൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയാം, അല്ലാതെ മലയാളത്തിൽ ഷൂവിന് പോലെ നമുക്ക് അല്ലെ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെൻറ്റ് പോലെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. മലയാളം നിങ്ങൾ ഒരു കാരണവശാലും തിരുത്തിട്ടോ. ഇംഗ്ലീഷിൽ ഐഡിയ. ഓക്കെ. അപ്പോൾ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ദി ഐഡിയ. എന്നെന്താ കാര്യം? ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്, ശരിക്കുള്ള കാരണം, ഐ എം ടു ബിസി റൈറ്റ് നൗ. സോറി, രാവിലെ മാനിക്യൂറിനും പെഡിക്യൂറിനും പോകണം. ഐ എം ടു ബിസി റൈറ്റ് നൗ. ഓക്കെ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ദി ഐഡിയ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ എം ടു ബിസി റൈറ്റ് നൗ. ഓക്കെ.
എനിക്ക് പുറത്ത് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട്. നീ പുറത്ത് പോകണല്ലേ 40°C, പുറത്ത് പോകാൻ താല്പര്യമില്ല, ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ എം ടയേർഡ്. ക്ഷീണമുള്ളതുകൊണ്ടാ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ എം ടയേർഡ്. ഞാനിത് സമ്മതിക്കില്ല അല്ലെങ്കിൽ എനിക്കിത് എതിർപ്പുണ്ടെന്ന് വെച്ചിട്ടല്ല, ഞാനിത് ഒരു വേറെ രീതിയിലാണ് കാണുന്നത്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡിസഗ്രി. നീ പറയുന്നത് എനിക്ക് യോജിപ്പില്ല എന്ന് വിചാരിക്കണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡിസഗ്രി, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ സീ ഇറ്റ് ഡിഫറെൻ്റ്ലി. ഞാനിത് വേറൊരു രീതിയിലാണ് ഇത് കാണുന്നത്. ഡിസഗ്രിമെൻ്റ് തന്നെ അവിടെ, പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ സീ ഇറ്റ് ഡിഫറെൻ്റ്ലി. അവൻ അങ്ങനെ റൂഡായിട്ടൊന്നും അല്ല, അവൻ അങ്ങനെ ഡയറക്റ്റായി സംസാരിക്കുക, അതോത്രേ ഉള്ളൂ. ഇത് ആരുടെ കേസിൽ ആപ്ലിക്കബിൾ എന്ന് അറിയോ? ജർമ്മൻസ്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും മുഖത്തടി കിട്ടിയ മാതിരി തോന്നും ജർമ്മൻസ് സംസാരിക്കുന്ന കേട്ടാ. കുറച്ച് കാലം അവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് ഡയറക്റ്റ് പറയുന്നതിൽ എന്തൊരു സുഖം. നമ്മൾ ഈ വളച്ചിട്ടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താ പറഞ്ഞത്, അതാണോ ഉദ്ദേശിച്ചത്, വർണ്ണത്തിൽ ആശങ്ക വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ടാണ് പറഞ്ഞാൽ ഇഷ്ടമല്ല അത്രയേ ഉള്ളൂ, കഴിഞ്ഞില്ലേ. വേണ്ട കഴിഞ്ഞില്ലേ. വേണമെന്നാണോ അവന് ഇപ്പം വേണ്ടെന്നാണോ അതോ പിന്നീട് വേണമെന്നാണോ എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കുന്ന കാര്യമില്ല. വേണ്ട, ഇഷ്ടമല്ല, അങ്ങനെ വളരെ ഡയറക്റ്റായി പറയും. അപ്പോൾ നമ്മൾ ഈ ജർമ്മൻസിനെ കുറിച്ച് പറയാം, അവൻ ഒരു ജർമ്മൻകാരനുണ്ട്, അവൻ റൂഡായിട്ടൊന്നുമല്ല, അവനിങ്ങനെ പരുഷ സ്വഭാവമൊന്നും ആയിട്ടല്ല, അവൻ വളരെ ഡയറക്റ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹീസ് റൂഡ്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹീസ് വെരി ഡയറക്റ്റ്. വളരെ ഡയറക്റ്റായിട്ട് സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹീസ് വെരി ഡയറക്റ്റ്. ഇഷ്ടമാണോ നിങ്ങൾക്ക് വെരി ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നവരെ? ഞാൻ കുറച്ച് ഡയറക്റ്റായ ആളാണ്, അതുകൊണ്ട് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോകുന്നു, എത്ര എത്തിയില്ലേ. അടുത്ത ഫ്രേസാണേ. നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ ഫ്രേസ് യൂസ് ചെയ്യാം. വാട്ട് ഐ ഫൈൻഡ് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ്, അത് കഴിഞ്ഞിട്ട് ഇസ് ദാറ്റ് എന്നിട്ട് പറയാം. എങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളെങ്ങനെ പറയുക നമ്മുടെ ഒപ്പീനിയൻ. ആൾക്കാർ കാലം ചെല്ലുന്നവരും അവർ മാറും. അപ്പോൾ അതിങ്ങനെ പറയാം, പീപ്പിൾ ചേഞ്ച് ഓവർ ടൈം. പക്ഷെ അത് കുറച്ചുകൂടെ നല്ല പോളിഷ്ഡായി പറയണമെങ്കിൽ വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ്. എന്താ രസം എന്ന് വെച്ചാൽ അതാണ്. വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ലേ, ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അതിനെ വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് പീപ്പിൾ ചേഞ്ച് ഓവർ ടൈം. സമയം അങ്ങനെ കാലം കഴിയുന്നതോറും ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി കുട്ടികളെ കുറിച്ചൊക്കെ അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ അടുത്താണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അവൾ ഇപ്പം എന്നോട് പഴയ ഇഷ്ടമൊന്നുമില്ല, അങ്ങനെയൊക്കെ. അവൾക്കിപ്പോൾ അവളുടെ ജീവിതമായി, കുടുംബമായി. എന്നെക്കുറിച്ച് ആരും പറയാറില്ല, പണ്ടും എന്നെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല ആർക്കും. അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ഇങ്ങനെ പീപ്പിൾ ചേഞ്ച് ആയതിൽ എന്നെ പറയാറില്ല കേട്ടോ. എങ്ങാനും ഞാൻ നന്നായാലേ ഉള്ളൂ. നിങ്ങളങ്ങനെയാണോ? അതോ നിങ്ങളിങ്ങനെ ചേഞ്ച് ആയിന്ന് ആൾക്കാരെ പറയാറുണ്ടോ? പറയൂ, നമ്മൾ തമ്മിലൊരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരട്ടെ. വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് പീപ്പിൾ ചേഞ്ച് ഓവർ ടൈം. പിന്നെ ചേഞ്ച് ആവണ്ടേ അല്ലേ? കാലം കഴിയുന്തോറും പണ്ടത്തെ ബുദ്ധി വെച്ചിരുന്നാൽ മതിയോ? ചേഞ്ച് ആവണ്ടേ? കുറേ സമയം എടുക്കും. പണ്ടാറ് അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എങ്ങനെ പറയും? വാട്ട് ഐ ഫൈൻഡ് നമുക്ക് ഇഷ്ടമില്ലാത്ത. അപ്പോൾ അനോയിങ്. വാട്ട് ഐ ഫൈൻഡ് അനോയിങ് ഇസ് ദാറ്റ് ഇറ്റ് ടേക്സ് സോ ലോങ്. പുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളത്തിലിടണം, പിന്നെ അത് കുതിർത്ത് പൊടിക്കണം, അരിക്കണം, പിടിക്കണം. പിന്നെ എനിക്കറിയില്ല, ഇഷ്ടമില്ല എനിക്കിത് ഉണ്ടാക്കണേ. വാട്ട് ഐ ഫൈൻഡ് അനോയിങ് ഇസ് ദാറ്റ് ഇറ്റ് ടേക്സ് സോ ലോങ്. ലോങ് എന്ന് പറഞ്ഞാൽ നീളമല്ലേ എന്ന് പലരും എടുത്ത് ചോദിക്കേണ്ടത്. ലോങ് എന്ന് വെച്ചാൽ നീളമാണ്, പക്ഷെ സമയത്തിൻ്റെ ദൈർഘ്യത്തിന് ഉപയോഗിക്കാം. ഇറ്റ് ടേക്സ് സോ ലോങ്. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ പറയാണ്. പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ പുട്ടും ചിക്കൻ കറിയോ ബീഫ് കറിയോ മുട്ടക്കറിയോ ചെറുപയർ കറിയോ കടലക്കറി ചെറുപയർ കറി മതി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുട്ടിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം. എന്തൊരു ചീപ്പാ അതിൻ്റെ ദൈവമേ, 100 രൂപയുള്ളൂ ഇത്ര നല്ല സാധനത്തിനോ അങ്ങനെ അറിയില്ലേ. അപ്പം നമുക്ക് എന്താ അവിടെ നമ്മുടെ വികാരം? സർപ്രൈസ് അല്ലേ? ഇറ്റ് ഈസ് വെരി ചീപ്പ് എന്ന് പറഞ്ഞേക്കാളും നിങ്ങളെങ്ങനെ പറയണ്ടേ? വാട്ട് ഐ ഫൈൻഡ് സർപ്രൈസിങ് ഇസ് ഹൗ ചീപ്പ് ഇറ്റ് ഇസ്. എന്തൊരു ഗുണമുള്ള സാധനം, ഭയങ്കര ചീപ്പാണ്. വാട്ട് ഐ ഫൈൻഡ് സർപ്രൈസിങ് ഇസ് ഹൗ ചീപ്പ് ഇറ്റ് ഇസ്. ചീപ്പാവരുത് നമ്മൾ. പക്ഷേ ഞാൻ ചളി പറഞ്ഞതാ, പോട്ടെ. ഒരു കോൺവെർസേഷൻ നോക്കാം നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ വേർത്ത് ഞാൻ വെള്ളമാവും ഇപ്പോൾ. പറയൂ, കോൺവെർസേഷൻ നോക്കണ്ടേ നമുക്ക്? ആദ്യത്തത്, എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നോറും ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആവുകയാണ് ഈയിടെയായിട്ട്. എങ്ങനെ പറയും?
നമ്മൾ നേരത്തെ ടയേർഡ് എന്ന് പകരം എക്സോസ്റ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക ഈയിടെയായിട്ട്. ഐ ഫീൽ ലൈക്ക്, എനിക്ക് തോന്നുന്നത്, ദ മോർ ഐ വർക്ക്, ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്തോറും ദ മോർ എക്സോസ്റ്റഡ് ഐ ഗെറ്റ് ലേറ്റ്ലി. ലേറ്റ്ലി എന്ന് വെച്ചാൽ ഈയിടെയായിട്ട്. പണ്ടൊക്കെ നല്ല ആരോഗ്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എഞ്ചിനീയർ ഹരിദാസിൻ്റെ ഒരു വീഡിയോ കാണുമായിരുന്നു, കുറച്ചേ കണ്ടുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ഭയങ്കര എനർജിയാണ്, ഇപ്പോൾ ഒന്നും എനർജി ഇല്ലെന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഇത് ഉപയോഗിക്കാം. ഐ ഫീൽ ലൈക്ക് ദ മോർ ഐ വർക്ക്, കുറേ നമ്മൾ വർക്ക് ചെയ്യുന്നതോറും ദ മോർ എക്സോസ്റ്റഡ് ഐ ഗെറ്റ് ലേറ്റ്ലി. എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം ടയേർഡ്നെസ് ട്ടോ. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ ആൾ പറയാം അത് തന്നെ, ഇവിടെ അത് തന്നെ, യാ സെയിം. കുറച്ചുകൂടെ എനർജി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കില്ല, അതേപോലെ ഒരു ആഗ്രഹം. കുറച്ചുകൂടെ എനർജി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പോവാണ്, ആഗ്രഹിച്ചു പോവാണ്. ഏതാ ഫ്രേസ്? ഐ വിഷ് ഐ ഹാഡ്. നമ്മുടെ ഡിസയറാണ്, ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഐ വിഷ് ഐ ഹാഡ്. അപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ഐ വിഷ് ഐ കുഡ്. ഉണ്ടാവണമെങ്കിൽ ഐ ഹാഡ്. ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഐ കുഡ്. ഐ വിഷ് ഐ കുഡ് ഡ്രൈവ് ഓൺ NH എന്തോ ഒരു സംഭവം. ഓക്കെ, ഈ നാഷണൽ ഹൈവേയിൽ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ ഐ വിഷ് ഐ കുഡ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടാവാം, എനർജി ഉണ്ടാവില്ല. അപ്പം ഐ വിഷ് ഐ ഹാഡ് മോർ എനർജി ഡ്യൂറിങ് ദ വീക്ക്. എൻ്റെ ശരിക്കുള്ള ആഗ്രഹം എന്ന് പറയുമോ, ഇന്ത്യയിലത്തെ വെതറിൽ ഒന്ന്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ഈ ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് ഒത്തിരി ഒരു 20-23 അങ്ങോട്ട് പോയാൽ മതി അല്ലേ. എന്ത് സുഖം, രാത്രിയൊക്കെ ഒരു 18 അപ്പം നമുക്ക് പുതച്ച് മൂടി കിടക്കാനും പറ്റും. അങ്ങനെ ഒന്നും ആയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമോ. ഐ വിഷ് ഐ, അത് വെച്ചിട്ട് ഡിസയർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി ഇടുമോ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഐ വിഷ് ഐ ഹാഡ് മോർ എനർജി എന്നൊക്കെ പറയാം. അത് നല്ല സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പറയും, നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചാൽ നല്ല സുഖമുണ്ടല്ലോ നിങ്ങളുടെ ഇംഗ്ലീഷ് കേട്ടിട്ട്, നല്ല രസമുണ്ടല്ലോ നിൻ്റെ സെൻറ്റൻസ് കേട്ടിട്ട്. അപ്പോൾ പറയാം വി നീഡ് ഇംഗ്ലീഷ് ക്ലാസ് ആണ് കേട്ടോ. പറയൂ നിങ്ങളൊക്കെ. ചിലർ പറയാറുണ്ട് എന്നോട്, എന്നിട്ട് അങ്ങനെ വാട്സാപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, ഇതിന് ബാക്കി വീഡിയോസ് കൂടെ കിട്ടിയത് നന്നായിരുന്നു. ഈ കോഴ്സ് ഒന്നും എടുക്കാൻ കാശ് അപ്പത്തേക്ക് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, കോഴ്സ് അങ്ങനെ കാശൊന്നും ഇല്ലാത്തവർ കോഴ്സ് എടുക്കാൻ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ നല്ല ജോലി കിട്ടി, നിങ്ങൾക്ക് ഭയങ്കര കുറേ കാശൊക്കെ കിട്ടിയിട്ട് എൻ്റെ കോഴ്സ് എടുക്കാം. അപ്പം നിങ്ങൾ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ ഞാൻ നാളെ ലീവ് എടുത്തേനെ. ഞാൻ നീ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എന്താ ഞാൻ അങ്ങനെ പറയണേ അല്ലേ, ഇങ്ങനെ പറയേണ്ടത്, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ നാളെ ലീവ് എടുത്തേനെ. എങ്ങനെ പറയാം? എനർജി ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ ഇഫ് ഐ വർ യു, ഇഫ് ഐ വാസ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ, ഇഫ് ഐ വർ യു ഐ വുഡ് ടേക്ക് ദ ഡേ ഓഫ് ടുമോറോ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് ടേക്ക് ടുമോറോ ഓഫ് എന്ന് പറയാം. ഐ വുഡ് ടേക്ക് ലീവ് എന്ന് പറയരുത് കേട്ടോ. ഐ വുഡ് ടേക്ക് എ ഡേ ഓഫ്, അല്ലെങ്കിൽ ഐ വുഡ് ടേക്ക് ടുമോറോ ഓഫ്. അത് ചെയ്യണോ അതോ എങ്ങനെയും ഇതൊക്കെ തീർക്കണോ എന്ന് എനിക്കറിയില്ല. എന്ന് പറയും ഐ എം നോട്ട് ഷുവർ വെദർ ടു ഡു ദാറ്റ്. അത് ചെയ്യണോ അല്ലെങ്കിൽ ഓർ ജസ്റ്റ് പുഷ് ത്രൂ, എങ്ങനെയൊക്കെ തീർക്കുക ആൻഡ് ഫിനിഷ് എവറിത്തിങ്. പുഷ് ത്രൂ സംതിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അതങ്ങനെ തീർക്കുക. ഓക്കെ, അതങ്ങനെ ചെയ്യുക എങ്ങനെയും. സോ ഐ എം നോട്ട് ഷുവർ, എന്താ ഉറപ്പില്ലാത്തത്? അത് ചെയ്യണോ, ഏത് ലീവ് എടുക്കണോ, വെദർ ടു ഡു ദാറ്റ് ഓർ ജസ്റ്റ് പുഷ് ത്രൂ ആൻഡ് ഫിനിഷ് എവറിത്തിങ്. എന്താ രസം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇത് പറയും, എന്ത് റെസ്റ്റ് എടുക്കാത്തത്, പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യാറില്ല. എങ്ങനെ പറയും? ഏതാ ഫ്രേസ്? വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഈസ് ദാറ്റ് വി ഓൾവേസ് സേ വിൽ റെസ്റ്റ്. എപ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കുമെന്ന് പറയും, പക്ഷേ ബട്ട് വി നെവർ ആക്ച്വലി ഡു ഇറ്റ് അല്ലേ. ഇതിൽ നമ്മൾ പലപ്പോഴും ആൾക്കാർ വെക്കേഷനൊക്കെ ഒരു പ്ലാൻ ചെയ്യണം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യും, അച്ഛനന്മാരൊക്കെ ആക്ച്വലി. പക്ഷെ ഒരിക്കലും അവർ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാറില്ല. വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് വി ഓൾവേസ് സേ വിൽ ഗോ ഓൺ എ വെക്കേഷൻ ബട്ട് വി നെവർ ആക്ച്വലി ഡു അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ സ്വാഭാവിക സംഭാഷണങ്ങൾ ഇത് വളരെയധികം വരുന്ന ഒരു രീതിയാണ്. വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ്, എന്താ രസം എന്ന് വെച്ചാൽ അങ്ങനെ പറയില്ലേ, വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് വി ഓൾവേസ് സേ വിൽ റെസ്റ്റ് ബട്ട് വി നെവർ ആക്ച്വലി ഡു. എനിക്ക് ജോലി ചെയ്യണ്ടെന്നല്ല, എനിക്കെന്ന് വെച്ചാൽ ആകെ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, അതാണ്. അപ്പോൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്ക് എക്സോസ്റ്റഡ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം പഠിച്ചോളൂ, കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ്. ഡ്രെയിൻ എന്ന് വെച്ചാൽ ഊർജ്ജം മുഴുവൻ അങ്ങ് ഒഴുകിപ്പോയി എന്നുള്ള അർത്ഥം. കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ്, ആകെ വട്ടിയായ അവസ്ഥ. എനിക്ക് ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആവേണ്ടതെന്നല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ബി പ്രൊഡക്റ്റീവ് അല്ലേ. എന്തെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ ആഗ്രഹമില്ല എന്നല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ബി പ്രൊഡക്റ്റീവ്. എന്താ ശരിക്കുള്ള റീസൺ? ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ എം കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് കേട്ടോ. നിങ്ങൾ വിചാരിച്ച കാരണമല്ല, ഇതാണ് കാരണം. ഓക്കെ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഐ ഗെറ്റ് ദാറ്റ്.
ഇപ്പം ഇത് നമ്മൾ ഗെറ്റ് എന്ന് പറയാം, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറഞ്ഞൂടെ, പറയാം. പക്ഷെ ഗെറ്റ് എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വേർബാണ്. ഗെറ്റിനെ പല പല യൂസസ് ഞാനൊരു വീഡിയോ ആയിട്ട് പണ്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട എല്ലാവർക്കും വളരെ ഉപകാരമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കോമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. ഐ ഗെറ്റ് ദാറ്റ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവണു. ഇന്നലെ ഞാൻ വീണ്ടും വളരെ ലേറ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ വിചാരിച്ചത് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ നേരത്തെ വീട്ടിൽ പോകണമെന്നൊക്കെ വിചാരിച്ചാ, പക്ഷേ അവസാനം വളരെ ലേറ്റായിരുന്നു വർക്ക് ചെയ്യേണ്ടി വന്നു. എങ്ങനെ പറയാ, ആ ഫ്രേസ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാ, ഐ എൻഡഡ് അപ്പ് വർക്കിംഗ് ലേറ്റ് അഗൈൻ യെസ്റ്റർഡേ. വീണ്ടും പല ദിവസം ഇങ്ങനെ തന്നെയാണ്, പക്ഷേ വർക്കൊന്ന് കുറയ്ക്കണം, നേരത്തെ വീട്ടിൽ പോകണമെന്നൊക്കെ വിചാരിക്കും. അവസാനം ഇന്നലെ ഞാൻ വീണ്ടും വളരെ ലേറ്റായിട്ട് വർക്ക് ചെയ്തു. ഐ എൻഡഡ് അപ്പ് വർക്കിംഗ് ലേറ്റ് അഗൈൻ യെസ്റ്റർഡേ. നമ്മൾ വിചാരിച്ച പോലെ അല്ല നടന്നേ, അല്ലേ? അതാണ് അവിടെ അർത്ഥം. ഐ എൻഡഡ് അപ്പ് വർക്കിംഗ് ലേറ്റ് അഗൈൻ യെസ്റ്റർഡേ. അപ്പോൾ മറ്റയാൾ പറയണേ, നമ്മളിതിങ്ങനെ ചെയ്യുന്തോറും കാര്യങ്ങൾ വഷളാവും. ഈ വഷളാവും എങ്ങനെ പറയും? ഗെറ്റ് വേഴ്സ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്തോറും ദ മോർ വി ഡു ദിസ് ദ വേഴ്സ് ഇറ്റ് ഗെറ്റ്സ്. ദ മോർ വി ഡു ദിസ് ദ വേഴ്സ് ഇറ്റ് ഗെറ്റ്സ്. മേ ബി വി റിയലി നീഡ് എ പ്രോപ്പർ ബ്രേക്ക്. ചിലപ്പോൾ നമുക്ക് ശരിക്കും ഒരു ബ്രേക്ക് വേണ്ടിയിരിക്കും, അതായിരിക്കും കാരണം. അല്ല, നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ശരിക്കും ഒരു ബ്രേക്ക് എടുക്കേണ്ടിയിരിക്കും. മേ ബി, ഒരു പക്ഷേ വി റിയലി നീഡ് എ പ്രോപ്പർ ബ്രേക്ക്. അപ്പോൾ കണ്ടോ, സാധാരണ കോൺവെർസേഷനിലൊക്കെ നമ്മളിപ്പോൾ പഠിച്ച ഫ്രേസസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ നാച്ചുറൽ ഫ്ലോയിൽ ആ കോൺവെർസേഷൻ വരണുണ്ടോ? അതിനാണ് നമ്മളിങ്ങനത്തെ ഫ്രേസസൊക്കെ പഠിക്കണത്. ഓക്കെ, അപ്പോൾ ഈ സീരീസിൽ ഞാൻ ഇങ്ങനെ കുറേ ഫ്രേസസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സീരീസ് മിക്കവാറും ഇവിടെ ഞാൻ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇനി കുറേ ഇതുമാതിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് ഓരോരോ ഫ്രേസായിട്ട് ഞാൻ മെമ്പറോളി വീഡിയോയിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. മെമ്പറോളി എന്ന് വെച്ചാൽ നമ്മൾ ഈ സബ്സ്ക്രൈബ് എന്നുള്ള ആ ബട്ടണിൽ അതിനടുത്ത് ജോയിൻ എന്ന് കണ്ടിട്ടോ, അതാണ് ജോയിൻ ചെയ്യുമ്പോൾ മെമ്പർ ആവുക. മാസം എത്ര, 150 200 അങ്ങനെ എന്തോ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വീഡിയോസ് ഇടാറുണ്ട്. വൊക്കാബുലറി ഒക്കെ പഠിപ്പിക്കുന്ന വീഡിയോസ് കുറേ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൊക്കാബുലറി നന്നായി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ പൊതുവെ ന്യൂസ് എന്നൊക്കെ കിട്ടുന്ന വൊക്കാബുലറി, നമ്മൾ ആരും കേൾക്കാത്ത, ആരും ഉപയോഗിക്കാത്ത സംഭവങ്ങളൊന്നുമല്ല കേട്ടോ, നല്ല പുതിയ നമുക്ക് അറിയേണ്ട ന്യൂസിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വൊക്കാബുലറി ഒക്കെ അതിൽ ഇടാറുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ ഒരു വേർഡ്, അങ്ങനെ അതുമാതിരി ഒരു ഫ്രേസ് ഒരു വീഡിയോയിൽ പഠിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേ മെമ്പറുള്ള വീഡിയോസിൽ അതിൽ ഗ്രാമർ വീഡിയോസ് ഉണ്ട്, ഡെയിലി യൂസ് സെൻറ്റൻസസിൻ്റെ കുറേ പ്രാക്ടീസ് ചെയ്യുന്ന സീരീസ് ഉണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ ഉപകാരം ഉണ്ടാവും. പറഞ്ഞു എന്നേ ഉള്ളൂ, പലരും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് പഠിപ്പിച്ച ഫ്രേസസൊക്കെ ഒന്ന് റിവൈസ് ചെയ്താലോ? എന്തെങ്കിലും ഒരു പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ആയിട്ട് എന്താ പറയാം? കുഡ് യു പ്ലീസ്, അല്ലേ? വിരോധം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, എന്തെങ്കിലും ചെയ്തൊരു വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ? പണ്ടത്തെ ഹാബിറ്റ്സ് പറയാൻ, ഐ യൂസ് ടു റൺ 20 kilometers എവറി ഡേ. പണ്ട്, അന്ന് ഞാൻ പുലിയായിരുന്നു. ഈ ഡേ ആയിട്ട് ഇങ്ങനെയാണ്, ഐ ഹവ് ബിൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് വാച്ചിങ് വിനീസ് വീഡിയോസ് എവറി ഡേ എന്നൊക്കെ പറയാം. ഐ ഹവ് ബിൻ ഡൂയിങ് സംതിങ്. ഓക്കെ, ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഫ്യൂച്ചറിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം ഗോണ വാച്ച് വിനീസ് വീഡിയോസ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ ഒരു കാര്യം ചെയ്യാൻ? ഡു യു വോണ്ട്, അല്ലെങ്കിൽ ഡു യു വോണ്ട് ടു, അല്ലേ? താല്പര്യങ്ങൾ പറയാൻ നമ്മൾ ഇന്ന് താല്പര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു ഫ്രേസ് പഠിച്ചു. മുമ്പ് ഒരെണ്ണം കൂടെ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഐ ഫീൽ ലൈക്ക് വാച്ചിങ് വിനീസ് വീഡിയോസ്, അല്ലേ? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ ഹൗ കം, അല്ലേ? ഹൗ കം ഐ ഹാവൻറ്റ് വാച്ച്ഡ് വിനീസ് വീഡിയോസ് യെറ്റ്? നമ്മൾ താല്പര്യങ്ങൾ പറയണമെങ്കിലോ, ഐ എം ഇൻ ടു ലേണിംഗ് ഇംഗ്ലീഷ്, അല്ലേ? ഇനി ഞാനിപ്പോൾ അത് ചെയ്യാൻ പോകുമായിരുന്നു, അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു ഡു ഇറ്റ് വെൻ, അല്ലേ? ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു ലീവ് വെൻ യു കോൾഡ്. ഇങ്ങനെ ചെയ്യണോ, എനിക്കിത് വേണ്ടാന്ന് എനിക്ക് തോന്നണം. അങ്ങനെ പറഞ്ഞേ, ഐ എം നോട്ട് റിയലി ഷുവർ ഇഫ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അങ്ങനെയൊക്കെ. മഴ പെയ്യാൻ പോരുന്ന പോലെ ലക്ഷണം കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യത്തിന് സമയമില്ല. ദ തിങ് ഇസ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. അവസാനം ഞാൻ വീട്ടിൽ തന്നെ നിന്നു. എന്തൊക്കെ പദ്ധതിയായിരുന്നു, മലപ്പുറം കത്തി, അത് ഇത്. അവസാനം വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഐ എൻഡഡ് അപ്പ് സ്റ്റേയിങ് അറ്റ് ഹോം. നമ്മുടെ താല്പര്യങ്ങൾ പറയാം, എനിക്കിതാണ് താല്പര്യം. ഐഡ് റാദർ ഡു ദിസ്. ഇതിപ്പോൾ ശീലമായി. ഐ എം യൂസ് ടു ദിസ്. ഇത് ചെയ്യുന്നൊരു കാര്യമൊന്നുമില്ല. ദർസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ഇറ്റ്. അയ്യോ, ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഐ കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ പറയാം, ഇറ്റ് ടേൺസ് ഔട്ട് എന്നിട്ട് പറയാം. പിന്നെ ഇന്ന് പഠിച്ചെന്താ?
ഇതിങ്ങനെ ചെയ്യുന്തോറും അത് അങ്ങനെ ആവണു. 2 ചേഞ്ചസ് പറഞ്ഞാൽ ദ മോർ, അല്ലെങ്കിൽ അപ്പുറത്ത് ദ മോർ, അല്ലെങ്കിൽ ദ മോർ ഐ ഈറ്റ് ദ ഹാപ്പിയർ ഐ ബിക്കം എന്നൊക്കെ പോലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് സേവ്ഡ് സം മണി എവ്രി മന്ത്. കുറേ കാശ് എല്ലാ മാസവും സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഡു ദിസ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇഫ് ഐ വർ യു. ഇനി ഇത് ഇങ്ങനെ ഈ കാരണം അല്ല, ശരിക്കും എന്താണെന്ന് വെച്ചാൽ പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ആ കാരണം ശരിക്കും അവർ വിചാരിക്കണ കാരണം, പക്ഷെ ശരിക്കും അതല്ലല്ലോ. ശരിക്കുള്ള കാരണം പറഞ്ഞെങ്കിലോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്നിട്ട് അത് പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഫ്ലുവൻ്റ് ആയിട്ട് പറയണമെങ്കിൽ വാട്ട് ഐ ഫൈൻഡ് എന്ന് വെച്ചിട്ട് പറയാം. വാട്ട് ഐ ഫൈൻഡ് എക്സൈറ്റിംഗ് ഇസ് ദാറ്റ്, വാട്ട് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഹോംവർക്ക് പറയട്ടെ. ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്തോറും ഞാൻ കൂടുതൽ മെച്ചപ്പെടുന്നു. കൂടുതൽ കാശുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇനിയും ശ്രമിക്കും. എനിക്കത് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് കാശില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാരണം പറഞ്ഞു, അതല്ല ശരിക്കുള്ള കാരണം കാശില്ലാത്തതാണ്. അങ്ങനെ സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ക്വിക്ക്ലി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എനിക്ക് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ്. എങ്ങനെ പറയാം, വാട്ട് ഐ ഫൈൻഡ് ഡിഫിക്കൽട്ട് ഈസ് എന്നിട്ട് പറയാം. അപ്പോൾ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ഫോർമൽ കോഴ്സ് എടുത്തിട്ട് പഠിക്കണമെങ്കിൽ 90 പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പ് ക്ലാസ് അല്ല എടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മെറ്റീരിയലൊക്കെ പ്രൊവൈഡ് ചെയ്യും. കോഴ്സ് വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്കത് കിട്ടുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. കോഴ്സ് വെബ്സൈറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ഇമെയിലിലൂടെ ചോദിക്കാം. അങ്ങനെ എല്ലാം ക്ലിയർ ആക്കി പക്കയൊക്കെ കൊണ്ടുപോകുന്നൊരു കോഴ്സാണ്. കുറേ പേര് എടുക്കാറുണ്ട്, വിദേശത്തൊക്കെയുള്ള ആൾക്കാർ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ടിരുന്ന് സംസാരിക്കുന്ന കോഴ്സ് അല്ലല്ലോ. അപ്പോൾ പിന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമയത്തിന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ് മാത്രം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള 30 ഡേ വാട്സപ്പ് കോഴ്സ് ഉണ്ട്. അതൊരു കുട്ടി കോഴ്സാണ്, പക്ഷേ വളരെ എഫക്റ്റീവ് കോഴ്സാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. 90 ഡേ കോഴ്സ് ആണെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. ഈ സീരീസ് നിങ്ങൾ ഭംഗിയായി ചെയ്തു, കുറേ പേര് നന്നായി ഹോംവർക്ക് ചെയ്തു, എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അടിപൊളിയൊരു സീരീസ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.